നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് UDF മുന്നേറ്റം. 100 സീറ്റുകളിലാണ് UDF മുന്നേറുന്നത്. LDF 39 സീറ്റുകളിലേക്ക് ഒതുങ്ങി. NDA ഒരിടത്ത് മുന്നേറുന്നു. കൊല്ലം ജില്ലയിലും UDF മുന്നേറ്റം. 11 മണ്ഡലങ്ങളിൽ 2 മാത്രം LDF. ശക്തി കേന്ദ്രങ്ങളിൽ പോലും LDF തകർന്നടിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. കമ്മ്യൂണിസത്തിന്റെ ABCD അറിയാത്തവർക്കെതിരെയാണ് ഈ ജനവിധി. ജനങ്ങൾ വെറുത്ത സർക്കാരാണിതെന്നും RSP കരുത്ത് തെളിയിച്ചതായും ഷിബു ബേബി ജോൺ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് UDF മുന്നേറ്റം. 100 സീറ്റുകളിൽ UDF മുന്നേറ്റം. LDF 39 സീറ്റുകളിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. NDA ഒരിടത്ത് മുന്നേറുന്നു. സംസ്ഥാനത്ത് UDF തരംഗമെന്ന സൂചന നൽകിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട ഫലസൂചനകൾ ലഭ്യമാകുന്നത്. സംസ്ഥാനത്തെ 10 മന്ത്രിമാരുൾപ്പെടെ പിന്നിലാണ്. 100 സീറ്റിലാണ് നിലവിൽ UDF ലീഡ് ചെയ്യുന്നത്. 44 മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ഒരിടത്ത് NDAയും ലീഡ് ചെയ്യുന്നു. കൗണ്ടിങ്ങിന്റെ ആദ്യഘട്ടങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ വരെ NDA ലീഡ് ചെയ്തിരുന്നു. അവസാന നിമിഷം നേമം മണ്ഡലത്തിൽ മാത്രമായി NDAയുടെ ലീഡ് ചുരുങ്ങുകയായിരുന്നു. പാലക്കാട്, കോഴിക്കോട് സൗത്ത്, നേമം എന്നിവിടങ്ങളിലായിരുന്നു BJPയുടെ വൻ മുന്നേറ്റം ഉണ്ടായത്. ആദ്യഘട്ടങ്ങളിൽ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലും BJP ലീഡ് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചതാണ് UDFന്റെ വിജയത്തിന് കാരണം. UDF പ്രഖ്യാപിച്ചതുപോലെ 100ലധികം സീറ്റുകളിൽ വിജയം നേടുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനത്തിന് അടുത്തായിരിക്കും UDF വിജയം. മന്ത്രിമാരായ MP രാജേഷ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു, ഗണേഷ് കുമാർ, V ശിവൻകുട്ടി, വാസവൻ, വീണ ജോർജ്, P രാജീവ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ വളരെയധികം പിന്നിലാണ്. ന്യൂസ് ഡെസ്ക്. കൊല്ലം ജില്ലയിലും UDF മുന്നേറ്റം. 11 മണ്ഡലങ്ങളിൽ 2 മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ശക്തി കേന്ദ്രങ്ങളിൽ പോലും LDF തകർന്നടിയുന്ന കാഴ്ചയാണ് ഉള്ളത്. കൊല്ലം ജില്ലയിൽ UDFന്റെ വൻ മുന്നേറ്റമാണ് കാണുന്നത്. അവസാന റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ 11 മണ്ഡലങ്ങളിൽ 2 മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 9 UDFന്റെ വൻ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ചാത്തന്നൂർ, പുനലൂർ മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF മുന്നേറുന്നത്. ചാത്തന്നൂരിൽ CPIM-ഉം പുനലൂരിൽ CPI-യുമാണ് മത്സരരംഗത്തുള്ളത്. മറ്റ് മുഴുവൻ മണ്ഡലങ്ങളിലും UDF വൻ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. കൊല്ലത്ത് UDFിലെ ബിന്ദു കൃഷ്ണയും കരുനാഗപ്പള്ളിയിൽ UDFിലെ CR മഹേഷും വലിയ ലീഡിലേക്കാണ് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. കമ്മ്യൂണിസത്തിന്റെ ABCD അറിയാത്തവർക്കെതിരെയാണ് ഈ ജനവിധി. ജനങ്ങൾ വെറുത്ത സർക്കാരാണിത്. 3 MLA-മാരും 1 MP-യുമായി RSP കരുത്ത് തെളിയിച്ചതായും ഷിബു ബേബി ജോൺ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു. കമ്മ്യൂണിസത്തിന്റെ ABCD അറിയാത്തവർക്കും ധാർഷ്ട്യത്തിനുമെതിരായ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണുന്നത്. ജനങ്ങൾ ഈ സർക്കാരിനെ എന്നേ വെറുത്തു കഴിഞ്ഞു. 3 MLA-മാരും 1 MP-യുമായി RSP കരുത്ത് തെളിയിച്ചതായും ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരളത്തിലെ വിധിയെഴുത്ത് ജനവിരുദ്ധമായ ഗവൺമെന്റിനെ ചവിറ്റുകൊട്ടയിൽ ജനങ്ങൾ എത്തിച്ച വിധിയെഴുത്ത്. ഇവിടെ സമസ്ത മേഖലയിലും ഉള്ള പ്രതിഷേധം രേഖപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ഏറ്റവും ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞത് ഈ ധാർഷ്ട്യം മുഖ്യമന്ത്രിയുടെ അതേ ശരീരഭാഷ സ്വീകരിച്ചുകൊണ്ട് CPM-ന്റെ നേതാക്കന്മാർ കേരളത്തിൽ നടത്തിയ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പിണറായി വിജയൻ വരെയുള്ള ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് അവർക്ക്. വൻതോതിൽ CPM മേഖലയിൽ നിന്ന് വോട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വന്നത്. ഇവർ ഡീലിനൊക്കെ ശ്രമിച്ചെങ്കിലും പൊതുസമൂഹം ആ ഡീലിനെയൊക്കെ തിരസ്കരിക്കുകയും ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ വരണം എന്ന നിലപാടെടുത്തു. അതിൻ്റെ ഉജ്ജ്വലമായ വിജയമാണ് ഇന്നിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 3 സീറ്റ് ഞാൻ പറഞ്ഞതുപോലെ പാർട്ടി 2ആയി നിന്ന് ഒന്നിച്ചപ്പോൾ ആകെ 3 MLA-മാരായിരുന്നു. ഇന്നിപ്പോൾ 3 MLA-യും 1 MP-യും പാർട്ടിക്കുണ്ടാകും എന്നാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ സൂചന കോർപ്പറേഷനിൽ നിന്ന് തന്നെ കിട്ടിയില്ലായിരുന്നു. ജനങ്ങളെ മറന്നുകൊണ്ട്
കമ്മ്യൂണിസത്തിന്റെ ABCD എന്താണെന്ന് അറിയാൻ വയ്യാത്ത നിലയിലേക്കുള്ള ധിക്കാരവും ദാഷ്ട്യവുമായി പോയതിന്റെ തിരിച്ചടിയാണ് ഈ മേഖലയിലൊക്കെ വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും ഞാൻ അകത്ത് നിന്നുകൊണ്ട് വിശദമായ കണക്ക് എനിക്കറിയില്ല. എല്ലായിടത്തും, കാരണം ഒരു വികാരം വന്നാൽ എല്ലായിടത്തും വരുമല്ലോ, ചാത്തന്നൂർ മാത്രം വരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ നിലയിലേക്കുള്ള ജനങ്ങൾ ഗവൺമെന്റിനെ വെറുത്തിട്ട് നടത്തിയ വിധിയെഴുത്ത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനം മോഷ്ടിച്ചയാളെ കൊട്ടിയം പോലീസ് പിടികൂടി. മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം കല്ലുവെട്ടാൻകുഴി റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനമാണ് മോഷണം പോയത്. മുഖത്തല പാങ്കോണം സ്വദേശി അജിത് കുമാറിന്റെ വാഹനമാണ് മോഷണം പോയത്. കൊട്ടിയം മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം കല്ലുവെട്ടാൻകുഴി റോഡിൽ പാർക്ക് ചെയ്തിരുന്ന മുഖത്തല പാങ്കോണം അനിതാ നിവാസിൽ അജിത് കുമാറിന്റെ ഇരുചക്ര വാഹനമാണ് കഴിഞ്ഞ 30-ന് മോഷണം പോയത്. അജിത് കുമാർ ഇത് സംബന്ധിച്ച് കൊട്ടിയം പോലീസിൽ പരാതി നൽകിയിരുന്നു. നിരവധി CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത്. പള്ളിമൺ വട്ടവിളിയിൽ റജീല മൻസിലിൽ സൈദലിയാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. സൈദലി സമാനമായ നിരവധി കേസുകളിലും ലഹരിമരുന്ന് കേസുകളിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നേരത്തെയും പിടിയിലായിട്ടുണ്ട്. വാഹനങ്ങൾ മോഷ്ടിച്ച ശേഷം കടന്നുകളയുന്നയാൾ വാഹനത്തിലെ ഇന്ധനം തീർന്ന ശേഷം ഉപേക്ഷിച്ചു പോകാറാണ് പതിവ്. കണ്ണനല്ലൂർ നെടുമൺകാവിൽ നിന്ന് മോഷ്ടിച്ച വാഹനവുമായാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കൊട്ടിയം SHO അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഇൻസാമാം, ആഷ്നി, സൗരവ്, CPO-മാരായ അഖിൽ, അരുൺകുമാർ, ആന്റണി എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചക്കുവള്ളി ഇടപ്പള്ളിയിൽ വാഹനാപകടം. 2 കാറുകളും ജീപ്പും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് തലകീഴായി മറിഞ്ഞു. ആളപായമില്ല. ചക്കുവള്ളി പുതിയകാവ് റോഡിൽ കേസരി ജംഗ്ഷന് സമീപം ഇടപ്പള്ളി ജംഗ്ഷനിലായിരുന്നു അപകടമുണ്ടായത്. 2 കാറുകളും ബോലറോ ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബോലറോ ജീപ്പ് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ശൂർനാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വൈദ്യുതാഘാതമേറ്റ മലയണ്ണാന് സ്നേക്ക് റെസ്ക്യൂവർമാരായ ദമ്പതികൾ രക്ഷകരായി. ചാരുമൂട്ടിലാണ് സംഭവം. ടൗണിന് സമീപം വൈദ്യുത കമ്പിയിൽ നിന്നുമാണ് മലയണ്ണാൻ ഷോക്കേറ്റ് താഴെ വീണത്. വിവരമറിഞ്ഞെത്തിയ സ്നേക്ക് റെസ്ക്യൂവർമാരായ ദമ്പതികൾ കരിമുളയ്ക്കലിലെ വെറ്റിനറി ക്ലിനിക്കിൽ എത്തിച്ച് ചികിത്സ നൽകുകയായിരുന്നു. അണ്ണാന്റെ കാൽപാദത്തിലും പൊള്ളലേറ്റിട്ടുണ്ട്. ചികിത്സ കഴിഞ്ഞതോടെ അണ്ണാനെ ഇവരുടെ വീട്ടിലേക്ക് മാറ്റി. വൈദ്യുതാഘാതമേറ്റ് ചലനമറ്റ് കിടന്ന മലയണ്ണാനാണ് സ്നേക്ക് റെസ്ക്യൂവർമാരായ ദമ്പതികൾ രക്ഷകരായത്. ഞായറാഴ്ച രാവിലെ ചാരുമൂര് ടൗണിന് സമീപമായിരുന്നു സംഭവം. വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റാണ് മലയണ്ണാൻ റോഡിൽ വീണ് കിടന്നത്. വിവരമറിഞ്ഞെത്തിയ സ്നേക്സ് റെസ്ക്യൂവർമാരായ ചുനക്കര ഗ്രാമപഞ്ചായത്ത് അംഗം സവിതാ സുധിയും ഭർത്താവ് സുധിയും ചേർന്ന് ഉടൻ തന്നെ അണ്ണാനെ കരിമുളയ്ക്കലെ സ്വകാര്യ പെറ്റ് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ അനീഷയുടെ നേതൃത്വത്തിൽ ഓക്സിജനും മറ്റ് അടിയന്തര ചികിത്സയും നൽകിയതോടെയാണ് ചലനമറ്റ് കിടന്ന അണ്ണാൻ സുഖം പ്രാപിച്ചത്. ഒരു കാലിൻ്റെ പാദത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്. മൂക്കിന് താഴെ വീണുള്ള പരിക്കും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പഴം ഉൾപ്പെടെ കഴിക്കുന്നുണ്ട്. ചികിത്സ കഴിഞ്ഞതോടെ ഇതിനെ ഇവരുടെ വീട്ടിലേക്ക് മാറ്റി. തിങ്കളാഴ്ച വനംവകുപ്പിന് അണ്ണാനെ കൈമാറുമെന്ന് സവിതയും ഭർത്താവ് സുധിയും പറഞ്ഞു. രാവിലെ നമുക്കൊരു കോൾ വന്നായിരുന്നു ഹോസ്പിറ്റലിൽ. അവിടെ ഇതുപോലെ മലയണ്ണാൻ കരണ്ടടിച്ചാണെന്ന് കിടക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ എത്തി. ആദ്യം CPR കൊടുത്തു. എന്നിട്ടും റിക്കവർ ആവുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയെടുത്തിട്ട് നമ്മുടെ കരിമുളയ്ക്ക് മെഡിസ് ആൻഡ് പെറ്റ്സ് ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഡോക്ടറിൻ്റെയും സ്റ്റാഫിൻ്റെയും സംയോജിതമായ ഇടപെടൽ മൂലം ഇദ്ദേഹം ഇപ്പോൾ റിക്കവർ ആയിട്ടുണ്ട്. ഷെഡ്യൂൾ 1 ഇനത്തിൽപ്പെട്ട ആളാണ്. നമ്മൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ വനംവകുപ്പിന് കൈമാറുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട. INTUC സ്ഥാപക ദിനം ആചരിച്ചു. കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കേക്ക് മുറിച്ചും പതാക ഉയർത്തിയുമാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. INTUCയുടെ സ്ഥാപക ദിനമാണ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചും പതാക ഉയർത്തിയും ആചരിച്ചത്. കായംകുളം റെയിൽവേ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സ്ഥാപക ദിനാചരണം ജില്ലാ വൈസ് പ്രസിഡന്റ് S. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈ ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PR ശശിധരൻ പതാക ഉയർത്തി. ഇന്ത്യ ഒട്ടാകെ INTUC-യുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിനേക്കാൾ പ്രായം കൂടുതലുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1947 നമ്മുടെ സ്വാതന്ത്ര്യത്തിന് 3 മാസങ്ങൾക്ക് മുമ്പ് മെയ് 3-ന് രൂപീകൃതമായ പ്രസ്ഥാനമാണ്, തൊഴിലാളി പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന ഈ മഹാപ്രസ്ഥാനം. ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 1/2 കോടിയോളം തൊഴിലാളികൾ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള തൊഴിലാളികൾ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്നു. നമുക്കറിയാം, മഹാത്മജിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിൻ്റെ അധീനതയിൽ ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി വിഭാഗം രൂപം കൊള്ളണമെന്ന ആഗ്രഹത്താൽ ബഹുമാന്യനായ അന്നത്തെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലും ആചാര്യ കൃപലാനിയുടെ നേതൃത്വത്തിലും രൂപീകൃതമായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം. അതിന് മുമ്പായിട്ട് AITUC എന്ന പേരിൽ, പക്ഷേ അതിന്ന് ആ AITUC എന്ന അത് മറ്റൊരു സംഘടന ഏറ്റെടുക്കുകയും അതിൻ്റെ പിതൃത്വം അവകാശപ്പെട്ട് അവരേറ്റെടുക്കുകയും, നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കുന്നതറിയാം. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന ആ മുദ്രാവാക്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഭാവനയാണ്. ഇന്ത്യയിലെ തൊഴിലാളികൾ, ലോകത്തെ തൊഴിലാളികളെ ഏറ്റുവിളിക്കുന്ന ഇൻക്ലാബ് സിന്ദാബാദ് എന്ന കോൺഗ്രസ് INTUC-യും കോൺഗ്രസും സംഭാവന നൽകിയ മുദ്രാവാക്യമാണ്. മുതിർന്ന തൊഴിലാളികളായ B. ലതൻ, ഹുസൈൻ എന്നിവരെ ആദരിച്ചു. ആമ്പക്കാട് സുരേഷ്, തണ്ടളത്ത് മുരളി, MG മോഹൻകുമാർ, വിജയൻ പനയച്ചേരി, ബിജു കണ്ണങ്കര, ഹാഷിർ പുത്തൻകണ്ടം, R. ഭദ്രൻ, AA റഷീദ, ഹാഷിം സേട്ട, സന്തോഷ് വെളുത്തേടത്ത, സിന്ധു രവി, സീനത്ത, സിനിമോൾ, അൻസർ ഹസൻ എന്നിവർ പങ്കെടുത്തു. INTUC ആവിർഭവിക്കുന്ന 1946-ലാണ്. അതിനു മുൻപ് തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതേപോലെ തന്നെ അന്ന് SA ഡാങ്കെ തുടങ്ങിയ ജനാധിപത്യ വിശ്വാസികളായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കലും രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങൾക്ക് അതീതമായിരുന്നു ഇത്തരം കാര്യങ്ങൾ. തൊഴിലാളികൾ ഒരുമിച്ച് നിൽക്കണമെന്നുള്ളത് കൊണ്ട് അന്ന് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഡാങ്കയെ പോലെയുള്ള ആളുകളെ കൂടി ചേർത്തുകൊണ്ടാണ് അന്ന് AITUC ഉണ്ടാക്കിയത്. ആ AITUC എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സമ്പന്നരായ നേതാക്കന്മാർ ആണ് അതിൻ്റെ ഈ ഉദയം തുടങ്ങി വെച്ചത്. പക്ഷേ ഹാരിസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് തന്നെ അവർ ചെയ്യാറുള്ളവരുടെ ഈ എട്ടുകാലി മമ്മൂഞ്ഞനെ പോലെയാണല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പ്രയത്നത്തിൻ്റെ ഫലം തങ്ങളുടേതാണെന്നാക്കി തീർക്കാൻ വളരെ വൈഭവമുള്ളവരാണ്. അങ്ങനെ ഡാങ്കയും കൂട്ടരും കൂടി ചേർന്ന് ഇത് ഹൈജാക്ക് ചെയ്ത് AITUC കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയായി മാറ്റിക്കൊണ്ട് പോകുമ്പോൾ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ AITUC എന്ന് പറയുന്നത് CPI-യുടെ കയ്യിലാണ്. അപ്പോൾ സ്വാഭാവികമായും നെഹ്റു ചമ്പാരൻ സമരം കഴിഞ്ഞ് നീലം തൊഴിലാളികൾക്ക് ഗുരുതരമായ മുതലാളിമാരുടെയും അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെയും ക്രൂരമായ മർദ്ദനവും ചൂഷണവും സഹിക്കവയ്യാതെ ഗാന്ധിജി ആദ്യമായി തൊഴിൽ മേഖലയിൽ നീലം സമരമാണ്, ചമ്പാരൻ സമരത്തിലാണ് ഇടപെടുന്നത്. യഥാർത്ഥത്തിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന മൊത്തത്തിൽ ഈ സമൂഹം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, അതിനുപരി തൊഴിലാളി അനുഭവിക്കുന്ന അന്നത്തെ അടിമത്ത വ്യവസ്ഥയ്ക്കെതിരെ ഒരു സംഘടന രൂപീകരിക്കണമെന്ന ഗാന്ധിജിയുടെയും കോൺഗ്രസിൻ്റെ കീഴിൽ ഒരു സംഘടന വേണമെന്ന ഗാന്ധിജിയുടെയും പണ്ഡിറ്റ് ജവഹർലാലിൻ്റെയും ഒക്കെ തന്നെ തീക്ഷ്ണ വൈഭവത്തിൻ്റെ മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ INTUC എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം. ന്യൂസ് ബ്യൂറോ, കായംകുളം. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കുപ്പണ സ്വദേശിയായ യുവാവിനെയാണ് ഇവർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 1-ന് കുപ്പണ കലാദർശിനി ക്ലബിന് മുൻവശം നിന്ന യുവാവിനെ ടെമ്പോ ട്രാവലർ വാഹനത്തിൽ വന്നവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കമ്പിവടി കൊണ്ട് യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. മുൻവിരോധ നിമിത്തം യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് 8 പേരെ അറസ്റ്റ് ചെയ്തത്. തൃക്കടവൂർ മരുന്തൽ ബീച്ച് ഏരിയയിൽ പൂർണിമ വീട്ടിൽ അച്ചു അശോക, തൃക്കടവൂർ കടവൂർച്ചേരിയിൽ കുറ്റിയിൽ വീട്ടിൽ മഹേഷ്, തൃക്കടവൂർ മുരുന്തൽ ബീച്ച് ഏരിയയിൽ തെങ്ങുവിള കിഴക്കതിൽ സുനീഷ്, അയത്തിൽ ദർശന നഗർ 127 കാർത്തിക വീട്ടിൽ അരുൺ, തൃക്കടവൂർ കടവൂർച്ചേരിയിൽ ചുറ്റുവിളയിൽ ശ്യാം,
തൃക്കടവൂർ കടവൂർച്ചേരിയിൽ അജിഭവനിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആദർശ്, വടക്കേവിള അയത്തിൽച്ചേരിയിൽ തോട്ടൻകര വീട്ടിൽ സൂര്യജിത്ത്, വടക്കേവിള പട്ടത്താനഞ്ചേരിയിൽ പുതുമന പുത്തൻ വീട്ടിൽ ശ്രീനാഥ് എന്നിവരെയാണ് അഞ്ചാലുമൂട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുപ്പട സ്വദേശിയായ യുവാവിനെയാണ് ഇവർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഇയാളും അച്ചു അശോകും തമ്മിലുണ്ടായിരുന്ന മുൻവൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. മെയ് 1 ഉച്ചയ്ക്ക് കുപ്പണ കലാദർശിനി ക്ലബിന് മുൻവശത്തു നിന്ന യുവാവിനെ ടെമ്പോ ട്രാവലറിൽ വന്ന പ്രതികൾ സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കമ്പിവടി കൊണ്ട് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. അക്രമത്തിൽ യുവാവിൻ്റെ തോളിന് പരിക്കേറ്റു. യുവാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത അഞ്ചാലുമൂട് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. SHO അജയകുമാറിൻ്റെ നേതൃത്വത്തിൽ SIമാരായ പ്രദീപ്, അർജുൻ, CPOമാരായ മഹേഷ്, സുനിലാൽ, പ്രമോദ്, സനോജ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് UDF മുന്നേറ്റം. 100 സീറ്റുകളിലാണ് UDF മുന്നേറുന്നത്. LDF 39 സീറ്റുകളിലേക്ക് ഒതുങ്ങി. NDA ഒരിടത്ത് മുന്നേറും. കൊല്ലം ജില്ലയിലും UDF മുന്നേറ്റം. 11 മണ്ഡലങ്ങളിൽ 2 മാത്രം LDF. ശക്തി കേന്ദ്രങ്ങളിൽ പോലും LDF തകർന്നടിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. കമ്മ്യൂണിസത്തിന്റെ ABCD അറിയാത്തവർക്കെതിരെയാണ് ഈ ജനവിധി. ജനങ്ങൾ വെറുത്ത സർക്കാരാണിതെന്നും RSP കരുത്ത് തെളിയിച്ചതായും ഷിബു ബേബി ജോൺ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.